നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ടീച്ചേഴ്സ് അക്കാദമിയുടെ ഒരു ഭാഗമായിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ഒരു കാലത്ത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ജോലി സാധ്യത അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു കാലത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പുരുഷൻ സ്ത്രീ എന്നൊരു വ്യത്യാസമൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ. പക്ഷേ ഈ ഒരു ടീച്ചേഴ്സ് അക്കാദമി നമുക്കറിയാം സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മുൻഗണന കൊടുത്ത് അവരുടെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സ്ത്രീകൾ വീട്ടിൻ്റെ ഒരു അകത്തളത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജോലിക്കൊന്നും പോകാതെ നിന്നിരുന്നൊരു കാലം. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരു പഴങ്കഥയായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം പുരുഷന്മാരെക്കാളും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെയാണ് ജോലിക്കൊക്കെ പോകുന്നത്. അതുപോലെ സ്ത്രീകളെ ഒരു സ്വന്തം കാലിൽ നിർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. നേരത്തെ ലാൽ സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് സ്വന്തം കാലിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, എന്ത് സംഭവിച്ചാലും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാറി വരിക എന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇപ്പം വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. അതിൽ ലേബർ, ലീഡർ, അതുപോലെ ലേണിംഗ് എന്നതാണ് 3 കാര്യങ്ങൾ. പഠിക്കുക, അത് കഴിഞ്ഞ് ജോലി ചെയ്യുക, ജോലി ചെയ്ത് അതിൽ ഉന്നതങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു വീട്ടിലൊരു പുരുഷൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീ അത് പഠിച്ച് ഒരു ജോലി വാങ്ങി അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു നാട് തന്നെയാണ് നന്നാവുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പഠിച്ചു പോയി, ചിലപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഒരു സ്ത്രീക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നതിൽ സ്ത്രീയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടീച്ചേഴ്സ് അക്കാദമി പോലെയുള്ള ഒരുപാട് സംഘടനകൾ പുതുതായിട്ട് രൂപീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വടകരയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നതാണ് ടീച്ചേഴ്സ് അക്കാദമി. അതിൽ നിങ്ങൾക്കൊക്കെ ഒരു ഭാഗമായി ഇതുപോലെ തിരിച്ച് പഠിച്ചിറങ്ങി ഒരു ജോലി ഉറപ്പാക്കുന്നു. അതാണ് ഈ ഒരു സംഘടനയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഇറങ്ങിയാൽ തന്നെ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം സംസ്ഥാന തലത്തിൽ മിമിക്രി, ഓട്ടംതുള്ളൽ എന്നിവയിലൊക്കെയാണ് 1ാം സ്ഥാനം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലം മുതലേ നമ്മൾ മിമിക്രി എന്ന് പറയുമ്പോൾ ബോയ്സ് അധികം പുരുഷന്മാർ തന്നെയാണല്ലോ ചെയ്ത് കണ്ടിട്ടുള്ളത്. സ്ത്രീകൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് മിമിക്രി എന്നുള്ളൊരു കാര്യം സെലക്ട് ചെയ്തതെന്നുള്ളത്. അവർക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മിമിക്രി എന്നൊക്കെ പറയുന്നത് പണ്ടായിരുന്നു ഇപ്പോൾ പുരുഷന്മാർ മാത്രം എന്നുള്ളൊരു ഇത്. ഇപ്പോൾ എല്ലാവരും സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും മിമിക്രി എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. മിമിക്രി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എനിക്കും ഇപ്പോൾ എക്സാമിൻ്റെ ഒരു തിരക്കിലായിട്ടാണ് ഉള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്നെ പഠിപ്പിച്ച സുനിൽ സാറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്നെ വിളിച്ച ബിജു അങ്കിൾ, അതുപോലെ ടീച്ചേഴ്സ് അക്കാദമിയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, സ്നേഹം. ഓക്കെ, താങ്ക് യു. എങ്കിലും നമ്മളെ ഒരു വലിയൊരു കലാകാരി നമ്മുടെ ഈ ഒരു ധന്യമുഹൂർത്തം ആർട്ട് ഫെസ്റ്റിൽ വന്നിട്ട് ശബ്ദം കൊണ്ടും വളരെ മോട്ടിവേഷൻ വാക്കുകൾ കൊണ്ടും ഈ വേദിയെ ധന്യമാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും ഒരു മൊണാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടും കുറച്ച് ആ ഒരു കല എന്ന രീതിയിൽ കലാകാരിയെ എല്ലാവരും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മിമിക്രി ചെയ്യാം, ഒരു നല്ല കൈഡി. എത്രത്തോളം നന്നാവെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കാം. അനുകരണ കലയുടെ പുതിയ തലങ്ങളിലേക്ക് യുദ്ധങ്ങൾ അന്നും ഇന്നും. മഹാഭാരത യുദ്ധം. Israel-Palestine war. We sought the Middle East with its security forces set on Israel with the war footing combat with the Palestinian troops.
യുദ്ധങ്ങൾ പ്രകൃതിയെ പോലും ഇല്ലായ്മ ചെയ്യുന്നു. യുദ്ധത്തിനും പട്ടിണിക്കുമെതിരെ ആടിപ്പാടിയ നൂറ്റാണ്ടിന്റെ പ്രതിഭ മൈക്കിൾ ജാക്സൺ. ലെറ്റ്സ് ഡു, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് ഡാൻസ്, ലെറ്റ്സ് ഡു. Good teachers, good back. അമേരിക്കയുടെ 7ാം കപ്പൽ പടയ്ക്ക് മുന്നിൽ പതറാത്ത ഇന്ദിരാഗാന്ധി. If the American ship had come to our territory, but we will decide if they can return back. Missile Man of India, Abdul Kalam. If you fail, never give up, okay? Because fail means first attempt in learning, okay? 2030 ഒരു ചൊവ്വാഴ്ച. നമസ്കാരം. സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും വഹിച്ചുകൊണ്ടുള്ള ചൊവ്വാഗ്രഹത്തിലേക്കുള്ള ആദ്യയാത്രയുടെ പേടകം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ചൊവ്വ ദോഷമുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യാത്ര ആരംഭിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 3, 2, 1. ആദ്യയാത്രയെക്കുറിച്ച് സിനിമാ താരം കാവ്യ മാധവൻ. എന്താണിത്? ഞാനും ദിലീപേട്ടനും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുമ്പോഴേ ഇതിന്റെ 2ാം ഭാഗം ചൊവ്വ ഉദിക്കുന്ന ദിക്കിലായിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ദിക്കും ലക്കുമില്ലാതെ വല്ലാതെ അലഞ്ഞുപോയി. ബിന്ദു പണിക്കർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വയിൽ ഒരു സ്കൂൾ തുടങ്ങണം, എന്നിട്ട് 8ാം ക്ലാസ്സിൽ എനിക്ക് പഠിക്കണം, എല്ലാത്തിലും ഫസ്റ്റും വാങ്ങണം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജായ് ചൊവ്വ, ഒരു ജായ് ചന്ദ്രൻ, ഒരു ജായ് സൂര്യൻ. ഏതാണ് ഈ ജാതി? ചങ്ങനാശ്ശേരിയുമായ ശ്രീ കെ മുരളീധരൻ. അങ്ങനെയൊരു സംശയില്ല. ഞങ്ങൾ ചൊവ്വയിലെത്തി അടുത്ത ചൊവ്വാഴ്ച തന്നെ KPCCയുടെ കമ്മിറ്റി വിളിക്കും. പക്ഷെ പിന്നിൽ നിന്ന് കൂട്ടുന്ന ആരെയും ചൊവ്വയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയില്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പോ ഞങ്ങൾ ചൊവ്വയിലെത്തിയ ഉടനെ തന്നെ ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. അതിനിടയിൽ ചില ചിഹ്നഗ്രഹങ്ങൾ വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളോട് നടക്കൂല. ശരി. സംഗീതവും വെടിക്കെട്ടും സമന്വയിപ്പിച്ച 2030 റോബോട്ടുകൾ അണിനിരക്കുന്ന ഉത്സവപ്പറമ്പ്. വെടിക്കെട്ട് ഉടനെ ആരംഭിക്കുന്നതാണ്. ഒരു വെടി, താഴെ ജാനകി മക 2 വെടി. സംഗീത പരിപാടികൾ തുടരുന്നു. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും മനോഹരമായ ഒരുപാട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സമൂഹത്തിന് നിങ്ങളുടെ വക നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ ഇതുപോലെ പഠിച്ചിറങ്ങി ഇവിടുന്ന് ഇതുപോലെയുള്ള സ്ഥലത്ത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ സമൂഹത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, സ്നേഹം.